ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹൈദരാബാദിലുള്ള ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ നോക്കുന്നത്. ഈ വഴിയിൽ നമ്മൾ ഹൈദരാബാദിലെ സെക്രട്ടേറിയറ്റിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് ടാങ്ക് ബണ്ട് ഏരിയയാണ്. അപ്പം നമുക്ക് ആ ഒരു ഫ്ലൈ ഓവർ വഴി കയറിയിട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത്. ഇത് ഹൈദരാബാദിൽ ടാങ്ക് ബണ്ടിനടുത്താണ് ഇരിക്കുന്നത്. പുതിയതായിട്ട് പണിത വലിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ നമുക്കത് ഈ വണ്ടിയിൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ നമ്മളെടുക്കുന്നത്. അതിനോടനുബന്ധിച്ച് അവിടെ ഒത്തിരി പാർക്കുകളുണ്ട്, അതുകൂടാതെ അമ്പലങ്ങളുണ്ട്. അതിനടുത്ത് ഒരു മോഡിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഹൈദരാബാദിൻ്റെ ടാങ്ക് ബണ്ടിലുള്ള തെലങ്കാന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റാണ്. നല്ല ഭംഗിയായിട്ട് പുതിയതായിട്ട് പണിതാണ്. അതിന് മുമ്പിൽ അവരുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് നമ്മൾ തെലുങ്കുതാലി ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ടാണിത്. എല്ലാവരും കണ്ടിട്ടുണ്ട്, ഹൈദരാബാദിൽ വന്നവർക്കൊക്കെ കാണാം. പുതിയതായിട്ട് പണിതാണ്. ഒരു 3 വർഷം മുമ്പാണ് ഇത് അപ്ഡേറ്റ് ചെയ്തത്. അപ്പം നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ടാങ്ക് ബണ്ട് റോഡിലാണ് ഇതിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ആ വ്യൂ നല്ലൊരു മഴക്കാലമായിരുന്നല്ലോ 2 ദിവസം മുമ്പ്. അതുകൊണ്ട് വിഷ്വൽ ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ നമുക്ക് അവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല, റോഡ് ഭയങ്കര ട്രാഫിക് ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് തെലങ്കാന സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റും. പിന്നെ ആ വഴി മുമ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ ഐമാക്സ് തിയേറ്ററാണ്. ഇതിലൂടെ നമ്മൾ ഹൈദരാബാദിൻ്റെ ഹൈടെക് സിറ്റിയാണ്. ഇത് അവിടെ പുതിയതായിട്ട് പണിത സ്റ്റാച്യു ആണ്, അംബേദ്കർ സ്റ്റാച്യു ആണ്. ഭയങ്കര വലിപ്പം കൂടിയതാണ്. സ്റ്റേറ്റിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഐക്കയിലാണ് പോയത്. ഐക്ക പറയുന്ന ഹൈടെക് സിറ്റിയിലാണ്. അത് പുതിയൊരു കമ്പനി, ഓൾമോസ്റ്റ് 5-7 ഇയേഴ്സോളമായി ഹൈദരാബാദിൽ. അപ്പോൾ നമ്മൾ ഹൈടെക് സിറ്റിയിലേക്ക് പോകുമ്പോൾ ഐക്കയിലാണ് നമ്മളിന്നൊരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നത്. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്ന അവരുടെ എൻട്രൻസ് വ്യൂ ആണ്. അവിടെ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഐക്യയിലെ ഷോപ്സിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്നത്തെ പർച്ചേസ് നമ്മൾ ഐക്യയിലുള്ള കുറേ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ ഐക്യയിലേക്കുള്ളൊരു എൻട്രൻസ് ആണിത്. ഇവിടെ നമ്മൾ അകത്ത് കയറി. നമ്മൾ ഐക്യയിൽ കൂടുതലും കിട്ടുന്നത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. അത് കൂടുതലും ചീപ്പ് റേറ്റിൽ കിട്ടും. ബെസ്റ്റ് സെയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ഒരു 2 ഹവേഴ്സോളം നമുക്ക് നടന്ന് കാണുവാനും പലതരം കിച്ചൺ അസസറീസ്, ബെഡ്റൂം അസസറീസ്, ഫർണിച്ചറുകൾ, ഡൈനിങ് ടേബിൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈടെക് സിറ്റിയിലെ ഐക്കയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത്. അപ്പം നമ്മളവിടെ പോയപ്പം കുറച്ച് വിഷ്വൽസ് എടുത്തിരുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്.
നല്ല കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. നമുക്ക് ഫാമിലിയിൽ, അതായത് ഫ്ലാറ്റ് ലൈഫിലുള്ളവർക്കാണെങ്കിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ലെസ് സ്പേസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റും അത് തന്നെയാണ് ചെയ്യുന്നത്. സ്പേസ് യൂട്ടിലൈസേഷനാണ് അവരുടെ മെയിൻ തീം. ആൻഡ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്കിപ്പം റൂംസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ്സ്, ഫാൻസി ലൈറ്റുകൾ, അതുപോലെയുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ അവൈലബിളാണ്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ പ്ലസ് ഈ ഫ്ലാറ്റ് ലൈഫിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അവർക്കുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്ലോത്ത് സെറ്റിങ് ഐറ്റംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട്. അതും നല്ല ക്വാളിറ്റിയിലുള്ളതാണ്, ഡ്യൂറബിളുമാണ്. കോട്ടാണെങ്കിലും അതുപോലെ തന്നെ ചെയർസ് ആണെങ്കിലും അവരുടെ ഒത്തിരി ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം, അതായത് ഒരു വീടിന് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, യങ് ജനറേഷൻ ആയിട്ടുള്ളവർക്ക് ഐക്കയിൽ പോയാൽ അവരുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ അവരുടെ കിച്ചൺ അക്സസറീസ്, ക്ലോത്തിങ്സ്, സ്റ്റോറേജ് സ്പേസ്, അതെല്ലാം നമുക്ക് അവിടെ പോയി ഓരോരോ മുറികളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ്സുകൾ, നല്ല നല്ല പ്ലേറ്റ്സുകളുണ്ട്. എല്ലാം വിലക്കുറവെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടത് മാനേജബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബോട്ടിൽസ്, ഗ്ലാസ്സുകൾ, അപ്പം ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത്, ഡ്യൂറബിൾ ആയിട്ടുള്ളതായിട്ടുള്ളത് ഒത്തിരി നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അവിടെ കിഡ്സിന് വേണ്ടി തന്നെ ഒത്തിരി ടോയ്സ് ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഒത്തിരി ടോയ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പാമ്പിൻ്റെയൊക്കെ ഷേപ്പുള്ള, പൈത്തണിൻ്റെയൊക്കെ ഷേപ്പിലുള്ളത്. അതുപോലെ തന്നെ കൂടുതലും അവർ പിള്ളേരെ അട്രാക്ട് ചെയ്യേണ്ട ഒരു കിഡ്സ് സെക്ഷൻ തന്നെയുണ്ട്. കാരണം കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഈ ടിഫിൻ ബോക്സുകൾ, അതുപോലെ കളിപ്പാട്ടങ്ങൾ, ഇതെല്ലാം കൂടുതലും ഹാംഫുള്ളാകാത്ത, ലെസ് ഹാംഫുള്ളായിട്ടുള്ള ഐറ്റംസാണ് കൂടുതലുള്ളത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഈ സ്വീറ്റ്സ് ഐറ്റംസ്, അങ്ങനെ ഒത്തിരി നല്ല, പിന്നെ ഒത്തിരി ടെഡി ബിയർ, ഇതെല്ലാം നല്ലൊരു സ്റ്റോറ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത്, നല്ല ക്ലോത്തിങ്ങിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതലും കിഡ്സിന് ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും. കാരണം കൂടുതലും വിലക്കുറവുണ്ട്, അത്രയും ഹൈ റേറ്റ് അല്ല. അതെല്ലാം വെരി ലോ റേറ്റിലാണ് എഴുതിയിട്ടിരിക്കുന്നത്, കറക്റ്റ്. കാരണം പല വെറൈറ്റീസ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചുള്ള ആനിമൽസിൻ്റെ സ്റ്റഫ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റഫ്ഡ് ഇൻ ദ സെൻസ് അവർ അതിൻ്റെ മോഡലെല്ലാം അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിയേറ്റീവ് ആർട്ടായിട്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. കിഡ്സിന് വേണ്ടിയിട്ട് ഒത്തിരി ഒരു 2-3 ഏരിയകൾ, അതായത് ഒരു വലിയൊരു ഹാള് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട്, ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ മുമ്പിലോട്ട് പോകുമ്പോൾ കുറച്ചേറെ ഗൃഹോപകരണങ്ങൾ, അതായത് ചെയർ, അങ്ങനെയൊക്കെ ഉള്ളൊരു സെക്ഷനുണ്ട്. എല്ലാം അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ് ഉണ്ട്. A to Z, ഹൗസിൻ്റെ അകത്തുള്ള എല്ലാ A to Z ഐറ്റംസും നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും. ഇത് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ താഴെ, നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ അവർ നമ്മളെ സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് പോകും. പിന്നീട് വീണ്ടും അത് താഴോട്ട് വരുവാണ് ചെയ്യുന്നത്. താഴെ വരുമ്പോഴാണ് കൂടുതലും ഈ കിച്ചൺ അക്സസറി, കിച്ചൺ നീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ താഴത്തെ ഫുള്ള് ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഒറിജിനലുണ്ട്. പിന്നെ പ്ലേറ്റ്സുകൾ, കട്ട്ലറീസ്, ഇതെല്ലാം വെക്കുന്ന ഒരു സ്റ്റോറാണ് ഏറ്റവും താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വേറൊരു സെക്ഷനാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ റൂംസിൻ്റെ, വീടിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ്, അതായത് ഡൈനിങ് ടേബിൾ, ചെയറെല്ലാം ഉള്ളത്. താഴെ വരുമ്പോഴാണ് കൂടുതലും ഈ പ്ലേറ്റ്സ്, അതുപോലെ തന്നെ കപ്സ്, സോസർ, ഗ്ലാസ്, നൈഫ്സ്, A to Z ഫുൾ ഐറ്റംസ് അവിടെ ഉണ്ടാവും. നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നതിനും ഗ്ലാസ് വെറൈറ്റീസ്, സ്റ്റീലുണ്ട്, ഗ്ലാസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ടുള്ള വുഡിൻ്റെ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലാസ്റ്റാണ് ഇതിൻ്റെ എല്ലാം ബില്ലിങ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ട്രോളി തരും. ആ ട്രോളിക്ക് അത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കളക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 hours 3 hours കമ്പൽസറി വേണം. എങ്കിൽ നമുക്ക് എല്ലാ ഏരിയയും ചെക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാം. അത് നമുക്ക് യൂസ്ഫുള്ളായിരിക്കുകയും ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, നോക്കിയെടുക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ഐറ്റംസാണ് അവിടെ.
ഇപ്പം ഫ്ലോർ മാറ്റാണെങ്കിലും അതുപോലെ മറ്റുള്ള നമ്മുടെ ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലൈഫ് ഉപയോഗിക്കാവുന്നതും അഫോർഡബിൾ റേറ്റുമാണ് എല്ലാം ചെയ്തത്. പില്ലോ കവേഴ്സ് ആണെങ്കിലും ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കുഷ്യൻസ് ആണെങ്കിലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ പിന്നെ ഇലക്ട്രിക്കൽ സെക്ഷൻസ് ഉണ്ട്. അതായത് ലൈറ്റ്സ് അതുപോലെയുള്ള നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും. ലൈറ്റ്സിൻ്റെ തന്നെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള ഫാൻസി ലൈറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഏതെല്ലാം ലൈറ്റ്സ് വേണം, അത് സ്റ്റാൻഡ് ലൈറ്റ്സ് ഉണ്ട്, ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. അതുപോലെ അഫോർഡബിൾ റേറ്റ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പം ലൈറ്റ്സിൻ്റെ ഒരു ഏരിയയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സെലക്ഷൻ ഉണ്ട്. ആവശ്യമുള്ള ലൈറ്റ്സിൻ്റെ അത് ഹാങ്ങിങ് ലൈറ്റ്സ് ഒത്തിരി നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിലും ഇതിപ്പം നേരിൽ അവർ ഓൺ ചെയ്ത് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് യൂസ് എടുക്കാം. അത് കണ്ടു ഇഷ്ടമുള്ളതെല്ലാം സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട്. കൂടുതലും ആ ലൈറ്റ്സിനൊക്കെ ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. വാം ലൈറ്റ്സുകൾ ഒത്തിരി ഉണ്ട്. അപ്പം ഇതും ഒരു ഏരിയ. അപ്പോൾ ഇതൊരു വലിയൊരു ഏരിയയിൽ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഐക്യ അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ മൊത്തം ഐറ്റംസ് ഗ്രോസറീസ് ഇല്ലാതെ ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പ്ലസ് നമ്മൾ അത്രയും ഒരു എമൗണ്ട് സ്പെൻഡ് വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലോത്ത്സൊക്കെ നമുക്ക് പല റേറ്റിൻ്റെ ഉണ്ട്. അതുപോലെ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ടെയ്നേഴ്സ് ആണെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് അയക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒത്തിരി ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്യാനായിട്ട് നല്ല ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതും ക്വാളിറ്റിയുള്ള, പെട്ടെന്ന് കളർ ഫെയ്ഡാകാത്ത ടൈപ്പാണ് അതെല്ലാം കൂടുതലും കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ റാക്കുകളിലെല്ലാം ഒത്തിരി വെറൈറ്റി അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടുതലും ഫ്ലവേഴ്സ് നമ്മൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കൂടുതലും ഒന്നെങ്കിൽ ഔട്ടർ ഏരിയയോ ഇന്നർ ഏരിയയോ അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളോ ഒക്കെ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാവുന്നതും പ്ലസ് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലും വെക്കാവുന്ന നല്ല തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. കൂടുതലും
നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഡിസൈൻസാണ് അവിടെ ഉള്ളത് കൂടുതലുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ സെലക്റ്റഡ് ഓപ്ഷൻസാണ്. നമുക്ക് പല റേറ്റിൻ്റെയും പല എമൗണ്ടും ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഐക്കയിൽ പെർഫ്യൂംഡ് ക്യാൻഡിൽസ് ഒത്തിരി ഉണ്ട്. അവിടെ പല സ്മെല്ലുകളുള്ള നല്ല ക്യാൻഡിൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദീപാവലി ഇതിനൊക്കെ വെക്കുന്നതിനുള്ള ക്യാൻഡിൽസും ഫ്ലവർ സ്റ്റാൻഡുണ്ട്, ക്യാൻഡിൽ സ്റ്റാൻഡുണ്ട്, പെർഫ്യൂംഡ് ക്യാൻഡിൽസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലൊരു ലാസ്റ്റ് നമ്മൾ ഔട്ട് ചെയ്യുന്നൊരു സ്ഥലത്താണ് അതെല്ലാം വെച്ചിരിക്കുന്നത്. അവിടെ നമുക്കത് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പെർഫ്യൂമായിട്ടുള്ള നല്ല നല്ല ഫോറിൻ ഡിസൈന്, ഫോറിൻ സ്മെല്ല്, അതായത് നല്ലൊരു വെറൈറ്റി സ്മെല്ലാണ്. നമുക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ റൂംസ് മുഴുവൻ നല്ല പെർഫ്യൂമായിരിക്കും. ഇപ്പം പ്രെയറൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കുവാണെങ്കിൽ നല്ല റൂംസ് മൊത്തം പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വരും. അപ്പോൾ ഇതും അവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. കൂടുതലും ഇതിനൊക്കെ അത്ര റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം വലിപ്പവും വെയിറ്റും അനുസരിച്ച്, അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അല്ല ഒരു ഫ്രെയിമിൽ തന്നെ ഒരു 12, 18 അങ്ങനെയൊക്കെയുള്ള റേറ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പല കളറിൻ്റെ ഉണ്ട്, പല ഷേപ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്മെല്ലുള്ളതൊക്കെയാണ് കൂടുതലും അവിടെ അവർ സെയിലിന് വെച്ചിരിക്കുന്നത്. നമ്മൾ വൺസ് ഒരു ഇയറിലൊരു 6 മാസത്തിനകത്ത് പോവുകയാണെങ്കിൽ ഒരു 6 മാസത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇതെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഐക്കയിൽ പോകുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെയുള്ള ഐറ്റംസും അതുപോലെയുള്ള ഐക്കയെ എന്തിനാ നമ്മൾ ആ ഷോപ്സ് അല്ലെങ്കിൽ ആ ഐക്ക എന്ന് പറയുന്ന ലേബലുള്ള സ്ഥലത്ത് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ നമ്മുടെ ഡെയിലി യൂസിനും പ്ലസ് നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് ആയിട്ടുള്ളത്, ഗ്രോസറി എല്ലാം അവിടെ നിന്ന്, ഗ്രോസറി കിട്ടത്തില്ല പക്ഷേ ഫർണിച്ചർ ഐറ്റംസും ക്ലോത്ത്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് മേടിക്കാൻ അഫോർഡബിൾ റേറ്റിന് കൊണ്ടുവരാനും ഓർഡർ ചെയ്താൽ അവർ വീട്ടിലെത്തിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ടേബിൾസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും സാനിറ്ററി ഐറ്റംസും എല്ലാം നമുക്ക് ഓർഡർ ചെയ്യാം. അവർ നമുക്കത് ഹോം ഡെലിവറി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇഷ്ടം തോന്നിയ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഒരു ദിവസം ഐക്കയിൽ പോയാൽ ഐക്കയുടെ അകത്തുള്ള ഐറ്റംസ് എല്ലാം കാണാനും അത് നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാനും പറ്റും. ഇപ്പം ഒരു 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഐക്കയിൽ നിന്ന് വെളിയിലിറങ്ങിയതിന് ശേഷം നമ്മളിപ്പം ഹൈടെക് സിറ്റിയിലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഹൈ റൈസ് ബിൽഡിങ്ങുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ ദുബായ് പോലെയുള്ള ഒരു നഗരം ഒരു ഇതായിട്ട് ഡെവലപ്പായിപ്പോയി. ഇപ്പം പഴയ ഹൈദരാബാദ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹബ്ബായി മാറി. IT സെക്ഷനിലാണെങ്കിലും ഹൈടെക് സിറ്റി എന്നാണ് പേരറിയപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി ഹൈ റൈസ് ബിൽഡിങ്ങുകളുണ്ട്. നമ്മളൊരു ദുബായിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് നമ്മളവിടെ നിന്ന് റോഡിലോട്ട് ഓടിച്ചു കഴിയുമ്പോൾ തോന്നുന്നത്.
ഹൈദരാബാദിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ഹൈ റൈസ് ബിൽഡിങ്ങുകളും ലോങ് ഫ്ലൈ ഓവറുകളും ഒക്കെയുള്ള ഒരു സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഹൈദരാബാദ്. ഇത് രാത്രിയിൽ ഇതെല്ലാം നല്ല വ്യൂ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. നമ്മളൊരു ഇന്ത്യയിലെ പോലെ തോന്നാതെ വലിയ വിദേശ രാജ്യങ്ങളിലെ പോലെയുള്ളൊരു എഫക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഈ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ജസ്റ്റ് സൈഡ് വ്യൂസ് എടുക്കുന്നതാണ് ഷൂട്ട്സ്. അപ്പോൾ അവിടെയുള്ള ഹൈ റൈസ് ബിൽഡിങ്ങുകളുടെ ഒരു വ്യൂ ആണിത്. ഒരിക്കലും നമുക്ക് ഹൈദരാബാദ് ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റും അതുപോലെ തന്നെ സെൻറ്ററും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹൈടെക് സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി നല്ല നല്ല കമ്പനികളും സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ഉള്ള ഒരു വലിയൊരു നഗരമായി മാറുകയാണ്. അപ്പം നമ്മൾ ഇനി തിരിച്ച് നമ്മൾ ഈ ലോങ് ഫ്ലൈ ഓവറിലൂടെ 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഫ്ലൈ ഓവർ ഓടി നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.